60 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 17ാമത്തെ ദിവസത്തിലാണ് കേട്ടോ നമ്മളുള്ളത്. എൻ്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് 69.35 ആയിരുന്നു. ഇന്നത്തെ വെയിറ്റ് 67.20. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും കാര്യമായൊരു കുറവെന്നൊന്നും പറയാനില്ല. ഇന്നലെ 2.5 ആയിരുന്നു, ഇന്ന് 2.0. പക്ഷെ എന്തായാലും കൂടിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിട്ടാണ് കേട്ടോ. ഇതിനൊരു കഞ്ഞിവെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റോട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ്, അതായത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ലെമണോ ജിഞ്ചറോ ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി. എത്ര പേര് ഇത് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്? ഇത് നമുക്കൊരാഴ്ചയിൽ 3 തൊട്ട് 4 പ്രാവശ്യം വരെയൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. ഇതൊരു വെരി ലോ കാലറി വരുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. 96% ഇതിൽ വാട്ടർ കണ്ടന്റ് ആണുള്ളത്. ഇത് നമ്മുടെ മെറ്റബോളിസം കൂട്ടും, പിന്നെ ഗട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യും. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക, ഡയറ്റിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി 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 ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ കോൾഡ്, ആസ്മ അങ്ങനത്തെ പ്രശ്നമുള്ളവർ ഇതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കാൻ നിൽക്കരുത്. ബാക്കി എല്ലാവർക്കും ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക്സ് ഒക്കെ ഇതൊരു അടിപൊളി ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് ഒത്തിരി നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെല്ലാം കുടിച്ചിട്ടല്ല, കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ജിമ്മിൽ ഇന്നൊരു 50-55 മിനിറ്റോളം ഇന്ന് വർക്കൗട്ട് ചെയ്തു. രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക എനർജി തന്നെയാണ് അല്ലേ? എത്ര പേര് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ റാഗി സ്മൂത്തിയാണ് കേട്ടോ. റാഗി ഉണ്ട്, ഇതിൽ ആപ്പിൾ ഉണ്ട്, 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, പാല് ചേർത്തിട്ടില്ല, പകരം വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു ഡേറ്റ്സും കൂടെ വേണേൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം ഓഫീസിൽ പോയൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അത് അൺപ്ലാൻഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ലഞ്ചൊന്നും കൊണ്ടുപോയില്ല. നമ്മൾ കഫറ്റീരിയയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർ കുൽച്ചയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ പനീർ ബട്ടർ മസാല കറി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുൽച്ച കാണുന്നത് കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന കുൽച്ചയല്ല, പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു 4 മണിയായപ്പം മധുരമിടാത്ത ഒരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വീടെത്തുമ്പോൾ സമയം നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിന്നർ കഴിക്കുമ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഈറ്റിംഗ് വിൻഡോ ശരിക്കും ഒരു 9 മണിക്കൂറോളം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ദോശ, ചിക്കൻ കറി, പിന്നെ കുറച്ച് സ്പ്രൗട്ട്സ്, പിന്നെ ചമ്മന്തിപ്പൊടിയില്ലേ അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗീ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ദോശ ഇടുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ഓർക്കാറുള്ളൂ, പക്ഷേ അതൊരു കോൺഷ്യസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ വെയിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നാളെ കാണാം. ബൈ.